രാവിലെ അടിച്ച് കിച്ചണിൽ കയറി കഴിഞ്ഞപ്പോൾ തലേന്ന് അരച്ച് വെച്ച അപ്പത്തിൻ്റെ മാവ് പുളിച്ചോന്നറിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. ഓക്കെ, എക്സൈറ്റ്മെൻറ്റ് വെറുതെ ആയില്ല, എന്തായാലും ഭയങ്കരമായിട്ട് പുളിച്ച് പുറത്തോടെ ചാടി പോയിട്ടുണ്ടായിരുന്നു. തണുപ്പൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ചൂടിലേക്ക് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പത്തിൻ്റെ മാവ് ഇത്രയൊക്കെ പുളിക്കാൻ കാരണം. പിന്നെ എന്നത്തേക്കാളും കുറച്ചുകൂടെ ബാറ്റർ കൂടുതലുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടായിരിക്കാം ഇത്രയും പുളിച്ചു പോകും. അല്ലെങ്കിൽ ഇങ്ങനെ പുളിച്ചു പോക്ക് ഉണ്ടായില്ല. എന്തായാലും സാരില്ല, പോയത് പോട്ടെ, നമുക്ക് തുടച്ച് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഇന്നെന്തായാലും പിള്ളേർക്ക് സ്കൂളിൽ ചോറും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ, കാരണം സെലിബ്രേഷൻ്റെ ദിവസമാണ്, അവർക്ക് സ്കൂളിൽ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്നാക്സും വെള്ളമൊക്കെ കൊടുത്ത് വിട്ടാൽ മതി, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ട് തലേന്ന് നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുത്തു വിടാൻ പാടില്ല, പിന്നെ ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. എങ്ങാനും കാരണത്തിൽ ചോദ്യം ചെയ്താൽ ഇത് പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാക്കണയാകുമ്പോൾ എണ്ണയും കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ പ്രശ്നമുള്ളതൊന്നും ആവില്ലല്ലോ, ഹെൽത്തിയാന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ചായക്ക് നമ്മൾ അപ്പത്തിന് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അടിച്ചു വന്നപ്പോൾ തന്നെ ഉമ്മ അതിനുള്ള മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവാളയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചു, മുട്ടക്കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാളയൊക്കെ ഒന്ന് വാടി സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു ചാറ് പോലെ അങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. എന്നാൽ മുട്ട റോസ്റ്റ് എന്നൊന്നും പറയാനും പറ്റില്ല, പിന്നെ ഭയങ്കരമായിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ള അങ്ങനെ കറിയുമല്ല, ഒരു കുറുകിയ പരുവത്തിലുള്ള ഒരു ചെറിയൊരു കറി. നേരത്തെയൊക്കെ ഇവിടെ മുട്ടക്കറി വറുത്തരച്ച് തേങ്ങ വറുത്തരച്ചൊക്കെ വയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ. മിക്കപ്പോഴും അങ്ങനെയായിരുന്നു വയ്ക്കൽ, ഇങ്ങനെ വയ്ക്കൽ കുറവായിരുന്നു. പിന്നെ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഞാൻ തന്നെ കൊണ്ടുവന്നു വീട്ടിൽ. പിന്നെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ചൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ മുട്ട കയറിയിട്ട് കൊടുത്തത്. പിന്നെ മുട്ട കയറിയിട്ട് അപ്പം തന്നെ ഒന്ന് ഓഫാക്കി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചട്ടി ഇവിടെ നിന്ന് ചൂടാവണ്ടായിരുന്നു, അതിനകത്തേക്ക് ഉണ്ണിയപ്പത്തിനുള്ള മാവും ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പത്തിന് തലേന്നതിനേക്കാൾ നല്ല സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ നേരത്തെ നെയ്യിൽ കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തിരുന്നായിരുന്നു, ആ ഒരു സ്റ്റെപ്പ് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഉണ്ണിയപ്പത്തിലൊന്നും ഈ പറഞ്ഞ തേങ്ങക്കൊത്തും കാര്യങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വൈകുന്നേരം വീണ്ടും ഉണ്ടാക്കാൻ നേരത്താണ് എനിക്കത് ഓർമ്മ വന്ന് പിന്നെ ഞാനതൊക്കെ വറുത്തിട്ട് കൊടുത്തത്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കണതെല്ലാം ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മറിച്ചിടൽ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ, കാരണം മറിച്ചിടുമ്പോൾ എണ്ണയൊക്കെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കും, മേത്തേക്ക് തെറിക്കും. അതിനേക്കാളും വലിയ പ്രശ്നമാണ് എനിക്ക് ഗ്യാസ് അടുപ്പ് ഭയങ്കര വൃത്തികേടാവാന്നുള്ളത്. ഈ ഒരു പാൻ ഞാൻ വാങ്ങിയ സമയത്ത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറിച്ചിടാനുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് മറക്കാമെന്ന്, അതും കണക്കൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതൊരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ അത് ഉരുകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചട്ടിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, ആവശ്യമുള്ളവർ എന്തായാലും കയറി നോക്കിക്കോ. എന്തായാലും ചട്ടി ഇല്ലാത്തവർ എന്തായാലും വാങ്ങും, കാരണം അത്രയും നല്ല റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയണത്, 3-4 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ ഇവിടെ ഓണത്തിൻ്റെ അറ്റയറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഐറൂൻ്റെ ഈ ഒരു പട്ടുപാവാട ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ല റേറ്റ് കുറവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കാം, ആവശ്യമുള്ളവർ വാങ്ങി. അതും ആ ഒരു റേറ്റിൽ നല്ല വേർത്തായിരുന്നു കേട്ടോ. പിന്നെ ഐഷുവിന് പട്ടുപാവാട ഉണ്ടായിരുന്നില്ല കേട്ടോ.